ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വരുന്നത് നമ്മളുടെ വീടും പരിസരവുമാണ് റാസൽ കൈമേൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഇപ്പം UAE താമസിക്കുന്നത്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച അടുത്തായിട്ട് നല്ല പൊരിഞ്ഞ മഴയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഴയും കണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്, എന്തെങ്കിലും കുറച്ചുണ്ടൊക്കെ. അപ്പോൾ നോർമലി ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ്. പല സ്ഥലത്തും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അജ്മാനിലും ഷാർജയിലൊക്കെ അത്യാവശ്യം വെള്ളം തിങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പിന്നെയും അത്യാവശ്യം നമുക്ക് ഓവറായിട്ട് വെള്ളം പൊങ്ങി നിൽക്കുന്ന കണ്ടില്ല. ഇന്നലെ പെയ്ത മഴയിൽ തന്നെ വെള്ളം ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റാണ് ഇത്. ഇതെൻ്റെ ആളാണ്, ഇതാണ് എൻ്റെ കുട്ടാപ്പി, സിംബ, എല്ലാ പേരും ഞാൻ വിളിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവനെ. എനിക്കിവിടെ വന്നിട്ട് ആകെ കിട്ടിയൊരു കൂട്ടിവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാലയിൽ തന്നെ നടക്കും. എനിക്ക് എൻ്റെ നാട്ടിൽ ഇതേപോലത്തെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വേറെ 3 പൂച്ച എനിക്കുണ്ട് വീട്ടിൽ. അപ്പോൾ അവന്മാരോടുള്ള ഒരു സ്നേഹമാണ് ഞാൻ ഇവൻ്റെ അടുത്തും കാണിക്കുന്നത്. പുള്ളിക്കാരൻ മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് വന്ന് കിടക്കണതാണ് കേട്ടോ. മഴ വന്ന് ഇവിടെ നിന്നുണ്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമല്ലോ ഇവര് ഈ വെള്ളമൊക്കെ തന്നെ കഴിയുമ്പോൾ. അതുകൊണ്ടിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വീണ്ടും വരും. എന്നെ കണ്ടാൽ വെറുതെ വിടത്തില്ല, കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നോളും കേട്ടോ. അതാണ് ഇവൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, ഇത് എൻ്റെ ആ ഒരു കോറിഡോറാണ്. ഇവിടെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉള്ള എൻ്റെ ഒരു സ്ഥലമാണ്. ഞാൻ അവിടെയാണ് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങി നല്ല ഒരു മഴയത്താണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിൽക്കുന്നത്. എനിക്ക് ഈ ഒരു പ്ലേസ് ഇനിയിപ്പോൾ മിസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നല്ല ഒന്നാന്തരം മഴയത്ത് നമ്മുടെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെടികളെയൊക്കെ കണ്ട് ഞാൻ എൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് മഴയത്തൊക്കെ തുള്ളിക്കളിക്കാറുണ്ട്, ആരും കാണാണ്ട്. കുട്ടികളാണല്ലോ നോർമലി തുള്ളിക്കളിക്കുന്നത്. അതുകൊണ്ടിട്ട് നമ്മൾ തുള്ളിക്കളിക്കുന്ന കണ്ടാൽ ആൾക്കാർ കളിയാക്കും. അതുകൊണ്ട് ഞാൻ ആരും കാണാണ്ട് തുള്ളിക്കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒത്തിരി ചെടികളുണ്ട്. ഇത് പച്ചച്ചീരയാണ്. മഴയത്ത് കുളിച്ച് നല്ല നിവർന്നിങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വേറെ ഒരു ടൈപ്പ് ചെടിയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. ഓരോന്നും ഓരോ ചെടിച്ചട്ടിയിലാക്കി നല്ല അന്തസ്സായിട്ടാണ് ഇവർ നല്ല കീപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് തക്കാളിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തക്കാളി ഉണ്ടാക്കിയ സമയത്തും നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ബൊഗൈൻവില്ല പോലത്തെ നമ്മളുടെ ഒരു മരമാണ്. അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് നല്ല ഇളം കളറുള്ള ഒരു റെഡ് പൂവുണ്ടാവും. ഇത് വേറൊരു ടൈപ്പ് ബ്ലഡ് റെഡ് പൂവുണ്ട്. പിന്നെ നോർമൽ പിങ്ക് പൂവുണ്ട്. ഒത്തിരി വെറൈറ്റി കളേഴ്സ് പൂവാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ സമയത്ത് ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയത്താണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. ഇത് വെള്ള പൂവുണ്ട്, പിന്നെ കോളാമ്പിപ്പൂ, പിന്നെ വയലറ്റും വൈറ്റും തമ്മിലുള്ള മിക്സ് ആയിട്ടുള്ള പൂക്കളുണ്ട്. പല വെറൈറ്റി പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും പൂക്കളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കളൊക്കെ കാണാനായിട്ട്. നോർമലി ഞാൻ അങ്ങനെ പൂ അധികം സെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. സ്റ്റിൽ എനിക്കിത് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇനി ഞാനത് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ പുറത്ത് നല്ല മഴയത്ത് ഇങ്ങനെ പിള്ളേരൊക്കെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പച്ചക്കറിത്തോട്ടവും എൻ്റെ പൂക്കളും എല്ലാം കാണിച്ചു തരാം. പച്ചക്കറിത്തോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പച്ചക്കറീസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതിൽ ഞാൻ കുറച്ച് പച്ചക്കറി നിങ്ങൾക്ക് കാണിച്ചു തരാം. പൂക്കളെന്ന് പറയാനായിട്ട് ഇതുപോലെ പല പല വെറൈറ്റീസ് റെഡ് കളറ് പൂവാണ് കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് ഭയങ്കര അസലായിട്ടുണ്ടല്ലേ. മഴയത്താണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഭംഗി എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്ത് നിൽക്കുന്ന ഒരു മരം കണ്ടോ അവിടെ, ആ മരം എനിക്ക് സ്പെഷ്യലാണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് തന്നെ അറിഞ്ഞത് അതിൽ നല്ല ടൈപ്പ് പൂക്കൾ ഉണ്ടാവുന്ന മരമാണെന്ന്. അപ്പോൾ നമുക്കിനിയിപ്പം മഴയത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമുക്ക് പച്ചക്കറി തോട്ടത്തിലേക്ക് പോവാം അല്ലേ. പല വെറൈറ്റി പച്ചക്കറി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനൊരു ഡോറുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പച്ചക്കറി തോട്ടം ഉള്ളത്. ഇത് ചൊരക്കായാണ്. ചൊരക്കാൻ്റെ ചെടിയാണ് ഇവിടെ ഫുള്ള് പടർന്ന് കിടക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ചെടിയാണ് ഫുള്ള് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ അങ്ങോട്ട് കയറുവാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഭയങ്കര
നല്ല തണലാണ്, തണുപ്പാണ്. കാരണം ഫുള്ള് പച്ച നിറഞ്ഞിട്ടുള്ള ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള പ്ലേസൊക്കെ. എനിക്ക് വെള്ളം, പിന്നെ ഇങ്ങനെ പച്ചക്കറി തോട്ടം, ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല വെറൈറ്റി ഞാൻ പച്ചക്കറി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഫുള്ള് കൂടുതൽ നമുക്കുള്ളത് ഈ ചുരക്ക തന്നെയാണ്. ചുരക്ക നമ്മൾ എടുത്തിട്ട് കറി വെക്കാൻ പറ്റും, ജ്യൂസ് അടിക്കാം, പല വെറൈറ്റി കറികൾ നമുക്ക് ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ചുരക്ക ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതുപോലെ ഓരോ വള്ളി ഇതുപോലെ പടർന്നു കയറാൻ വേണ്ടിയുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മുകളിലായിട്ട് ഇങ്ങനെ പടർന്നു കയറി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു നേരത്തെ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ആ ചുരക്ക ഉണ്ടായി അങ്ങ് നിൽക്കും. മതിലല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അപ്പോൾ ആ ചുരക്കൊക്കെ ഒരു സപ്പോർട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് പടർന്നു കയറുന്ന ഒരു ടൈപ്പ് വെജിറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുരക്കാട് ഇടയിൽ കുറച്ച് കുഞ്ഞൻ പച്ചക്കറികൾ കൂടിയുണ്ട്. ഇലക്കറികളാണ് കേട്ടോ, പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതാ ചുരക്കയാണ് കൂടുതൽ. അതിൻ്റെ ഓരോരോ ചെടികളും ഇങ്ങനെ പടർന്ന് ബാക്കിയുള്ള പച്ചക്കറികളിലേക്കും ചെടികളിലേക്കൊക്കെ ഫുള്ള് വ്യാപിച്ച് കിടക്കുവാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വിസ്തരിച്ചങ്ങ് നിൽക്കണം. അതാണ് പുള്ളിയുടെ ഒരു എന്താ പറയുക രീതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജീവിച്ചു പോകുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്, നമുക്ക് പച്ച ചെടികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പച്ച ചീരയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ചീര എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭ്രാന്താണ്. നാട്ടിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 3 പ്രാവശ്യം ഇവിടെ വന്നിട്ട് എടുത്തായിരുന്നു ചീര. നല്ല ടേസ്റ്റാണ്. ഭയങ്കര വേറെ ഒന്നും ആവശ്യമില്ലാത്ത വളങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ടിട്ട് തന്നെ നല്ല പച്ച, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു നാടൻ ഇലക്കറി കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത്രത്തോളം ടേസ്റ്റാണ് ഈ പച്ചക്കറികൾക്ക്. അപ്പോൾ ഈ ചീരകൾ ചുവപ്പ് ചീരയും പച്ച ചീരയും ഉണ്ട്. ഈ സെയിം 2 ചീരകളാണ് നമുക്ക് കടകളിൽ വഴിയോരങ്ങളിൽ നമുക്ക് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. നല്ല കാശാണ്. 50 രൂപ അല്ലെങ്കിൽ 60 രൂപയാണ് ഒരു കുഞ്ഞിക്കെട്ടിന് അവർ വാങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അത് ഇത്രത്തോളം വാല്യബിൾ ആയിട്ടുള്ള സാധനമാണെന്ന്. ഇതെൻ്റെ വീടിൻ്റെ ജനലാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പച്ചച്ചീരകളും നമുക്ക് വേറെ ഈ ചുരക്കാട് ചെടികളും എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പച്ചച്ചീര എനിക്ക് ഭയങ്കര കൊതിയുള്ളൊരു സാധനമാണ്. ഞാൻ വീട്ടിലുള്ള സമയത്ത് അവിടെ നിന്ന് ഒരുപാട് ഈ പച്ചച്ചീര എടുത്ത് തിന്നുമായിരുന്നു. പിന്നെ ഇത് നമ്മളുടെ ചുരക്കാട് പൂവാണ് കേട്ടോ. വൈറ്റ് ഒരു ടൈപ്പ് പൂവാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഭയങ്കര ചീത്ത സ്മെല്ലാണ് ചുരക്കാട് ചെടിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്കും ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കുഞ്ഞും നമ്മുടെ എന്താ പറയുക മുരിങ്ങയില നിൽക്കുന്നുണ്ടോ. മുരിങ്ങയില ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം മുരിങ്ങയില എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മുരിങ്ങയിലൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനമാണ്. ഇതൊക്കെ നമുക്കിവിടെ വളരെ ഫ്രഷായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും തന്നെ പറിച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി തോന്നും. ഞാൻ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലതാണ്. വിറ്റമിൻ ഇ ഉണ്ട്. പിന്നെ ഒരുപാട് നമ്മളുടെ വയറിനും പിന്നെ നമ്മളുടെ ദഹനത്തിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. മുരിങ്ങയിലയുടെ കൂടത്തിൽ കുഞ്ഞു മുരിങ്ങക്കോൽ ഉണ്ടായി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. അത് അവിടുത്തെ ഈ ഇവിടെ അടുത്ത് തന്നെ ഇതിൽ തന്നെ മരങ്ങളുണ്ട്. ഇത് കുഞ്ഞു തൈയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആ മരത്തിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു മുരിങ്ങക്കായ് ഉണ്ടായി കിടപ്പുണ്ട്. അത് ഞങ്ങൾ കറിക്ക് സാമ്പാറിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ മുരിങ്ങക്കായും മുരിങ്ങക്കോലും നമ്മുടെ ചുരക്കായൊക്കെ നല്ല മഴയത്ത് പച്ച പുതച്ചങ്ങനെ ഇങ്ങനെ വെള്ളം ഇറ്റി കിടക്കണ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് നല്ല ചേല് തോന്നി ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറിക്കാനായിട്ടും തോന്നും, എന്നാൽ പോലും എനിക്ക് പറിക്കുമ്പോൾ സങ്കടം തോന്നും. നല്ല അതുങ്ങൾ സന്തോഷിച്ചിങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോയി പറിക്കുമ്പോൾ എനിക്ക് അങ്ങനൊരു സങ്കടമുണ്ട്. സ്റ്റിൽ നല്ല ഗുണമുള്ളൊരു സാധനമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാനത് പോയി പറിക്കും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഞാൻ മഴയത്തൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിലാ നിങ്ങൾ നോക്കിയേ എന്ത് രസമാണല്ലോ ഇങ്ങനെ നിൽക്കാനായിട്ട്. ഇത് വെറുതെ ഉള്ള പച്ച ഇതൊന്നുമല്ല, നല്ല നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം പച്ചക്കറികളും ചെടികളുമാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല ഇലക്കറികളാണ്. നമുക്ക് ഉച്ചക്കലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഈ തൊടിയിലേക്ക് ഇറങ്ങിയാൽ മതി. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് പറയുക ഇങ്ങനെ കാണാനായിട്ട്. ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ നേരം ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് മഴയത്താണെങ്കിൽ പോലും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ ബൈ.